ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറയുകയാണ് CPIM-ന്റെ ദേശീയ നേതൃത്വം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറയുന്നിടത്തേക്ക് CPM-ന്റെ രാഷ്ട്രീയ ചിന്തയും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ആശയവുമൊക്കെ വന്നു ചേർന്നത് എന്ന് ഇന്ന് ഇന്ത്യയിലെ ജനത ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു വിഷയമാണ്. ഇന്ത്യ മുഴുവനും അടക്കി ഭരിക്കുകയും ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ അടക്കം ഇല്ലായ്മ ചെയ്യുന്നതിനും അവരെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയൊക്കെ നിരന്തരമായി കഠിന ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അത് മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കുന്നവരെയും നരേന്ദ്രമോദിക്കെതിരെ എഴുതുന്നവരെയും നരേന്ദ്രമോദിക്കെതിരെ പറയുന്നവരെയും കവിത എഴുതുന്നവരെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എത്ര നിഷ്ഠൂരമായിട്ടുള്ള നടപടികളാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നത്. നരേന്ദ്രമോദിക്കെതിരെ ഒരു ശബ്ദവും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഈ ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിലുടനീളം അടക്കി ഭരിച്ചുകൊണ്ടേയിരുന്നത്. ആ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും ശബ്ദിച്ചുകൊണ്ടേയിരുന്നതും. ആ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ CPM-നെ പോലത്തെ ഒരു പാർട്ടി വന്നിട്ട് അത് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല നരേന്ദ്രമോദിയുടെ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ രാഷ്ട്രീയ സൂചികയെന്ന് നമ്മൾ മനസ്സിലാക്കണം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇനി CPM-ന് അധികാരമുള്ള ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള നേതൃത്വമാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോയെയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറി ഉള്ള സമയത്ത് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഏറ്റവും നല്ല നിലപാടുകൾ എടുത്തിരുന്നു സീതാറാം യെച്ചൂരി. പക്ഷെ ആ സീതാറാം യെച്ചൂരിയെ പോലും ചില കാര്യങ്ങൾ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ശബ്ദങ്ങളെ നിസാരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല ആളുകളും. സീതാറാം യെച്ചൂരി പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ തന്നെ നിന്നു. അദ്ദേഹം നിരന്തരമായി നരേന്ദ്രമോദിയുടെ ഫാസിസത്തോട് ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ആ സീതാറാം യെച്ചൂരിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പോലും സ്വന്തം പാർട്ടിയിൽ നിന്ന് ചില ചരടുവലികൾ ഉണ്ടായിരുന്നു എന്ന് അന്നേ അറിയാമായിരുന്നു. സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് പോലും ആവശ്യപ്പെട്ടപ്പോൾ ആ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരണ്ട എന്ന തീരുമാനമെടുത്തത് CPM ആയിരുന്നു. എന്തുകൊണ്ടാണ് CPM അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിക്കെതിരെ ഈ ഫാസിസത്തിനെതിരെ വലിയ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവേണ്ടതില്ല എന്നുള്ള ചിന്തയായിരുന്നോ എന്ന് അന്ന് തന്നെ സമൂഹം സംശയിച്ചിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപജയം ആകെ ഭരണമുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളത്തിലെ ഭരണ സംവിധാനം കൊണ്ടാണ് ഇന്ന് ഓൾ ഇന്ത്യയിൽ പാർട്ടിയുടെ സംവിധാനം മുഴുവനും നടക്കുന്നത്. ആ ഭരണം കൂടി നഷ്ടപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനങ്ങൾ എങ്ങനെയാകുമെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ ഭരണം നിലനിർത്തണമെങ്കിൽ ഇനി ആകെയുള്ള രക്ഷ BJP-യെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. BJP-യുടെ കൂടെ കൂടുക എന്നുള്ളത് മാത്രമാണ്. ആ BJP-യുടെ കൂടെ കൂടി കേരളത്തിൽ അധികാരം നിലനിർത്തണമെങ്കിൽ നരേന്ദ്രമോദിയെയും BJP-യെയും സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് അവർ ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവരൊരിക്കലും ഇന്ത്യയെ വെട്ടിമുറിക്കുന്നവരും ഇന്ത്യയിൽ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നവരുമല്ല എന്ന് രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറയാൻ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു വരാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന BJP-യുടെ ഉൾപാർട്ടിയിൽ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജാണ് CPM-ന്റെ നാവായി CPM-ന്റെ വാക്കായി ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് BJP ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ആകെ പഠിക്കേണ്ട പാഠം, കേരളത്തിലെ ഭരണം നിലനിർത്താൻ വേണ്ടി ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി BJP-യെ സുഖിപ്പിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള അധികാര രാഷ്ട്രീയത്തിന്റെ പുതിയ സംസ്കാരമാണത്. ഇത് CPM തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 5 സ്റ്റാർ സംസ്കാരമാണ് CPM-ൻ്റെത് എന്ന്. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആരെയും സുഖിപ്പിക്കുകയും ആരുടെയും കൂടെ കൂടുകയും ആരോടും അവന്റെ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ആശയങ്ങളെ കൂട്ടിപ്പിടിക്കുവാനുമുള്ള ഒരു രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ പേരായി ഇന്ന് ഇന്ത്യയിലെ CPIM മാറിയിരിക്കുന്നു. ഇത് CPI-യുടെ ഭാഷ കടമെടുത്താൽ നാളെ CPM ഇത് തിരുത്തേണ്ടി വരും. അത് CPM-നും അറിയാം. പക്ഷെ CPM കാണുന്നത് ഈ ഒരു
ഒരു വർഷത്തിനിടയിൽ നടക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ 1.5 വർഷത്തിനിടയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് അധികാരം കിട്ടലും മാത്രമാണ്. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. CPM-ന് ഇന്ത്യയിൽ അധികാരത്തിൽ കിട്ടൽ നിർബന്ധം. കാരണം കേരളത്തിലാണ് ഇനി ആകെ ഒരു സ്റ്റേറ്റിൽ അധികാരമുള്ളത്. ആ അധികാരം എങ്ങനെയെങ്കിലും ലഭിക്കേണ്ടത് ആവശ്യം. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ആ കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പിലാവണമെങ്കിൽ ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസ് വരാതിരിക്കണം. അതിന് കേരളത്തിൽ ഇനി 5 കൊല്ലത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് വീണ്ടും ഒരു 5 കൊല്ലത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ അത് നിയന്ത്രിക്കും. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുവാനും CPIM അധികാരത്തിലേക്ക് വരാനുമുള്ള CPIM BJP കൂട്ടുകെട്ടിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് BJP-യുടെയും നരേന്ദ്രമോദിയുടെയും ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് CPIM തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്. അതിനെ തിരിച്ചറിയാനാണ് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇനിയുള്ള കാലം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തപ്പെടേണ്ടതും.